ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ യൂട്യൂബ് ക്ലാസ് ഓഫ് എ പ്ലസ് ട്യൂഷൻ സെന്റർ. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിന്റെ കുറച്ച് ക്ലാസ്സുകൾ പിന്നിട്ട് നമ്മൾ 9ാം ക്ലാസ്സിന്റെ മക്കളെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്ററിലൂടെ ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, പെയർസ് ഓഫ് ഇക്വേഷൻ ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അല്ലെ. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്, പക്ഷെ എനിക്ക് മാത്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് എക്സും വൈയും വരുന്നത് വരെ മാത്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. എക്സും വൈയും വന്നപ്പോൾ എന്തായി, എന്റെ മാത്സിലെ കോൺഫിഡൻസ് എല്ലാം പോയി എന്ന് മാഷ് കുറെ ആൾ എന്നോട് പറഞ്ഞിട്ട്, മക്കളെ ഇനി മുതൽ എക്സും വൈയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എക്സും വൈയും എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മളെ പെയർസ് ഓഫ് ഇക്വേഷനിൽ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബുക്ക് എടുത്ത് മുമ്പിൽ വെക്കുക. അത് മാത്രം പോരാ, നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം, നമ്മുടെ ബാച്ചിൽ ഇല്ലാത്ത ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഒരു ആള് 10 ആക്കി വെച്ചില്ലെങ്കിൽ ഷെയർ ആക്കുന്നതിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുക. അതോടൊപ്പം നമ്മളെ മാത്സിന്റെ വർക്ക് ബുക്ക് എല്ലാവരും മുമ്പിൽ വെക്കുക. എന്റെ ഒന്നിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് ഒന്നിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. യെസ്, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളെ ഈ പാഠം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് പോലും കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെല്ലാം മറന്ന് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് മിസ്സായ ക്ലാസ് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നമ്മ ഒന്നും നമ്മൾ ഇന്ന് തുടങ്ങുന്നത്, അല്ലെങ്കിൽ 0 മുതൽ നമ്മൾ തുടങ്ങാണ്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് എക്സും വൈയുടെ കാര്യത്തിൽ നിന്ന് 0 ഹീറോ ആയിട്ട് മാറുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മക്കളെ, പെയർസ് ഓഫ് ഇക്വേഷൻ അല്ലെ, ശ്രദ്ധിക്കുക. എന്തായത്, എല്ലാവരും ആപ്പിള് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും അല്ലെ. ആപ്പിള്, ഇവിടെ ഒരു ആപ്പിൾ ഉണ്ട് അല്ല. എന്താണ് ഈ ആപ്പിള്? ഈ ഒരാപ്പിൾ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ്. 8ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ഇക്വേഷൻ, അതായത് എക്സ് മാത്രം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, കുറെ പ്രോബ്ലം സോൾവ് ചെയ്തു. എക്സ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ കുറെ പ്രോബ്ലങ്ങള് സോൾവ് ചെയ്തു. എന്നാൽ 9ാം ക്ലാസ്സിലേക്ക് എത്തും അല്ലെ. 9ാം ക്ലാസ്സിലേക്ക് നമ്മൾ ലെവൽ ഒന്നുകൂടി വരികയാണ്. അപ്പൊ അവിടെ ആൻ ആപ്പിൾ എന്നുള്ളവർക്ക് ഇവിടെ എന്താ കാണുന്നത്, നിങ്ങൾ 2 ആപ്പിൾ കാണുന്നുണ്ട്. 2 ആപ്പിള് അല്ലെ, 2 ചേരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, എ പെയർ എന്ന് വിളിക്കാം നമുക്ക് അല്ലെ. നമ്മൾ ഷൂ, എ പെയർ ഓഫ് ഷൂ എന്നാണ് വിളിക്കല് അല്ലെ. സോക്സ്, എ പെയർ ഓഫ് സോക്സ് എന്നാണ് നമ്മൾ വിളിക്കല്. ഒന്നിൽ കൂടുതൽ അല്ലെ, 2 ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ വിളിക്കല്, പെയർ എന്നാണ് വിളിക്കല്. അപ്പൊ എന്തായിരിക്കും പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാല്, ഒരു ഇക്വേഷൻ ആവുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ പാഠം പഠിച്ചു. മലയാളം മീഡിയത്തിൽ സമവാക്യങ്ങൾ എന്ന പാഠം പഠിച്ചു. 1ൽ നിന്ന് 2ലേക്ക് എത്തുമ്പോൾ സമവാക്യമല്ല മക്കളെ, 2 സമവാക്യങ്ങൾ ഒന്നിച്ചു വരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെയർസ് ഓഫ് ഇക്വേഷൻ. പെയർ ഓഫ് ഇക്വേഷൻ. എല്ലാവരും പാഠത്തിന്റെ പേരെഴുതി റെഡിയായി നിൽക്കുക. നമുക്ക് ഈ പാഠത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ആക്കാം. മക്കളെ, നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഞാൻ തുടങ്ങുന്ന ഒരു ഇക്വേഷൻ മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സിനെ നമ്മൾ എന്താക്കും, നമ്മളൊരു സഹായിയായിട്ട് കൂടെ നിർത്തും. എക്സിനെ വലിയ ഒരു ആനക്കാര്യമായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. എക്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു സഹായി മാത്രമാണ് എക്സ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഒരു സഹായിയാണ് എക്സ്. അപ്പൊ ഇവിടെ നമ്മളെ സഹായിക്കാൻ എക്സ് മാത്രമല്ല, നമ്മളെ സഹായിക്കാൻ എക്സിന്റെ കൂടെ വൈയും കൂടി ഉണ്ടെന്ന് ആലോചിക്കാം. മനസ്സിലായില്ല മക്കളെ? നമ്മള് ചെറുപ്പകാലത്ത് സൈക്കിളെല്ലാം ഓടിച്ചിട്ടുണ്ടാവും അല്ലെ. സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തേക്കും, സൈക്കിളിന്റെ 2 ടയറിന് പകരം നമ്മൾ 4 ടയർ വെച്ചിട്ട് സൈക്കിൾ ഓടിക്കലുണ്ട് അല്ലെ. ആ 2 ടയർ നമുക്ക് എന്താണ്, നമുക്കൊരു ഹെൽപ്പാണ്. നമ്മളൊന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ഹെൽപ്പാണ്. അതേപോലെ ഈ പാഠത്തിലെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ എക്സും വൈയും. അത് മാത്രം ആലോചിക്കുക. അല്ലാണ്ട് എക്സിന് വലിയ ഒരാളായിട്ട് വലിയൊരു ടെൻഷനൊന്നും കൊടുക്കണ്ട. എക്സ് വരുമ്പോ വൈ വരുമ്പോ എനിക്ക് എല്ലാ ഉത്തരം തെറ്റിപ്പോകുന്നില്ല, ഒരു ചിന്തയും വേണ്ട. വളരെ കൂളായിട്ട് നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇറക്കാം. മക്കളെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ. എന്താ ക്വസ്റ്റ്യൻ? 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനുമാണെങ്കിൽ 170 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? ഒരു നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? മക്കളെ, നമ്മളെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യനാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക്, ഓണപ്പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ, ചാർട്ട് വെച്ചോ, ഇമ്പോർട്ടന്റ് ആയി എഴുതി വെച്ചോ, 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങുന്നത്. മക്കളെ, നമുക്കറിയാം 2 പേനയും 3 നോട്ട് ബുക്ക്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം.
നിങ്ങളൊന്ന് പീടികയ്ക്ക് പോയാൽ നമ്മളെ ഷോപ്പിൽ കടയിൽ പോയിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കുന്നുണ്ട്? 2 പേനയും 3 നോട്ട് ബുക്കും വാങ്ങും. അപ്പൊ എനിക്കറിയാം ഞാൻ എത്ര പൈസ കൊടുക്കണം? 110 രൂപ കൊടുക്കണം. 2 പേനയും 3 നോട്ട് ബുക്കിനും 110 രൂപ കൊടുക്കണം. നേരെ മറിച്ച് ഞാൻ 2 പേനയും 5 നോട്ട് ബുക്കുമാണ് വാങ്ങുന്നെങ്കിലോ അവിടെ ഞാൻ എത്ര പൈസ കൊടുക്കണം? അവിടെ ഞാൻ 170 രൂപ കൊടുക്കണം. ഓക്കെ, 170 രൂപ കൊടുക്കണം. പക്ഷെ എന്താണ് മക്കളെ ഇവിടെ നമുക്ക് അറിയാത്തത്? പേനയുടെ വില എത്രയാണ്? പേനയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ വില എത്രയാണ്? അല്ലെ, ബുക്കിന്റെ വില, നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? നോട്ട് ബുക്കിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? നമ്മളെ പാഠം സൂചിപ്പിക്കുന്ന പോലെ പെയർ ഓഫ് ഇക്വേഷൻ ആണ്. 2 ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. 2 ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് 2 ഇക്വേഷൻ ഉണ്ടായിക്കൊണ്ട് അവസാനം 2 ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു മാജിക് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പെയർ ഓഫ് ഇക്വേഷൻ എന്ന പാഠത്തില് 2 ആൾക്കാരുടെ സഹായത്തിൽ 2 ഇക്വേഷൻ നമ്മൾ രൂപീകരിക്കും. 2 ക്ലൂവിൽ നിന്ന് 2 ഇക്വേഷൻ ഉണ്ടാക്കി 2 ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കും. എന്താ 2 ക്ലൂ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലൂ, 2 പേനയും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ. നമുക്ക് പേനയുടെ വില അറിയില്ല, നോട്ട് ബുക്കിന്റെ വില അറിയില്ല. അറിയാത്ത ആൾക്കാരാ നമ്മൾ എടുക്കുന്ന പേരാണെന്ത്? എക്സും വൈയും. ശ്രദ്ധിക്കുക, ഞാൻ എടുക്കുന്ന ശ്രദ്ധിക്കാം. പ്രൈസ് ഓഫ് എ പെൻ. അല്ല, ഒരു പേനക്ക് എത്ര രൂപ കൊടുക്കണം എന്ന് എനിക്കറിയില്ല. എന്റെ കയ്യില് എത്ര രൂപ ഉണ്ട്, എത്ര രൂപ കൊടുത്ത പേന കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അൺനോൺ ആയിട്ട് ആൾക്കാർ ഞാൻ എടുക്കുന്ന പേരാണെന്ത്? എക്സ്. അല്ല, എന്താ ഇതിന്റെ അർത്ഥം? എക്സ് രൂപ കൊടുത്താല് എനിക്ക് എന്ത് കിട്ടും? ഷോപ്പിന്ന് ഒരു പേന കിട്ടും. എക്സ് രൂപ കൊടുത്താൽ ഷോപ്പിന്ന് എനിക്ക് എത്ര പേന കിട്ടും? ഒരു പേന കിട്ടും. അപ്പൊ നോട്ട് ബുക്കോ? നോട്ട് ബുക്ക് അല്ലെ, നോട്ട് ബുക്ക്. പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക്. പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ഞാൻ എന്ത് കൊടുത്തു? വൈ കൊടുത്തു. പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് വൈ കൊടുത്തു. എന്താ അതിന്റെ അർത്ഥം? പ്രൈസ് ഓഫ് എ പെൻ എക്സ് രൂപ. എക്സ് രൂപ കൊടുത്താൽ എനിക്ക് ഒരു പെന്ന് കിട്ടും, വൈ രൂപ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഒരു നോട്ട് ബുക്ക്. അല്ല മക്കളെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്റെ കയ്യില് എക്സ് എന്ന് പറയുന്ന കുറെ കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറയുന്ന കുറെ കോയിൻസ്, അതേപോലെ വൈ എന്ന് പറയുന്ന കുറെ കോയിൻസ് എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അല്ല, നമ്മളെ റിസർവ് ബാങ്ക് അടിക്കാത്ത, റിസർവ് ബാങ്ക് അച്ചടിക്കാത്ത ഒരു നോട്ടാണിത്. എക്സ് എന്ന് പറയുന്ന ഒരു നോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. വൈ എന്ന് പറയുന്ന ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ എന്താ വാങ്ങിച്ചത്? 2 പേനയാ വാങ്ങിച്ചത്. മക്കളെ, നമ്മൾ ഒരു പേന വാങ്ങിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഇതിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന രൂപ എടുത്ത് കൊടുക്കണം. അല്ലെ, എക്സ് പറഞ്ഞോ? എക്സ് എന്ന് പറയുന്ന രൂപ എടുത്ത് ഷോപ്പിൽ കൊടുത്താൽ ആ കടക്കാരൻ എനിക്ക് എന്ത് തരും? ഒരു പെന്ന് തരും. അല്ലെ, അപ്പോൾ 2 പേന വാങ്ങിക്കണമെങ്കിൽ ഇതിൽ ഒരു കോയിൻ കൊടുത്താൽ മതിയാവോ? ഒരു എക്സ് കൊടുത്താൽ 2 പേന തരുമോ? ഒരിക്കലും തരില്ല. ഒരു പേനക്ക് ഒരു എക്സ് കൊടുക്കണം. 2 പേനക്ക് എന്ത് കൊടുക്കേണ്ടി വരും? അപ്പോ ഈ 2 എക്സ് രൂപ കൊടുക്കേണ്ടി വരും. അല്ല, നേരെ മറിച്ച് ഇതേപോലെ വൈയുടെ കാര്യത്തിൽ ആലോചിച്ചാലോ? ഒരു നോട്ട് ബുക്കിന് ഞാൻ എന്ത് കൊടുക്കണം? ഒരു നോട്ട് ബുക്കിന് വൈ രൂപ കൊടുക്കണം. അല്ലെ, ഒരു നോട്ട് ബുക്കിന് വൈ രൂപ കൊടുത്താൽ കടക്കാരൻ എനിക്ക് എന്ത് തരും? ഒരു നോട്ട് ബുക്ക് തരും. അല്ലെ, അപ്പൊ ഞാൻ 2 നോട്ട് ബുക്കാണ് വാങ്ങിക്കുന്നെങ്കിലോ വൈ കൊടുത്താൽ മതിയാവോ? ഇല്ല, ഞാൻ എന്ത് കൊടുക്കണം? 2 വൈ കൊടുക്കണം. 3 നോട്ട് ബുക്ക് ആണെങ്കിൽ 3 വൈ കൊടുക്കണം. 4 നോട്ട് ബുക്ക് ആണെങ്കിൽ 4 വൈ കൊടുക്കണം. അപ്പൊ എന്ത് മാത്രം ചിന്തിക്കുക, ഈ എക്സും വൈ എന്ന് പറയുന്നത് ഒരു പെന്നിന്റെ പ്രൈസ് ആണ് എക്സ്, ഒരു നോട്ട് ബുക്കിന്റെ പ്രൈസ് ആണ് വൈ. ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ് കടക്കാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശരിയാണ് മക്കളെ, നമുക്കറിയാം, നമ്മൾ നേരത്തെ എടുത്തു പ്രൈസ് ഓഫ് എ പെന്നാണ് നമ്മൾ എന്തെടുത്ത്? എ പെന്ന് എക്സ് രൂപ എടുത്തു. ബുക്കിന്റെ പ്രൈസ് നമ്മൾ എന്തെടുത്തു? വൈ രൂപ എടുത്തു. നിങ്ങൾ എഴുതുമ്പോ കൃത്യമായിട്ട് എഴുതാം, പ്രൈസ് ഓഫ് എ പെന്നും പ്രൈസ് ഓഫ് എ ബുക്ക്. ഇനി അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മൾ എഴുതാം. എന്താ നമ്മൾ എഴുതേണ്ടത്? 2 പേന വാങ്ങി. 2 പേന എന്ന് പറഞ്ഞാൽ ഒരു പെന്നിന് എക്സ് രൂപയാണെങ്കിൽ 2 പെന്നിന് ഞാൻ എത്ര രൂപ കൊടുക്കണം? 2 എക്സ് രൂപ കൊടുക്കണം. ഒരു പേനക്ക് എക്സ്, 2 പേനക്ക് 2 എക്സ് രൂപ. കൂട്ടത്തിൽ എന്തും കൂടി വാങ്ങി ഞാൻ 3 നോട്ട് ബുക്ക് വാങ്ങി. അല്ല, ഒരു നോട്ട് ബുക്കിന് ഞാൻ എത്ര കൊടുക്കണം? ഒരു നോട്ട് ബുക്കിന് എന്റെ കയ്യിലില്ല, വൈ രൂപ കൊടുത്താൽ ഒരു നോട്ട് ബുക്ക്. 2 നോട്ട് ബുക്കിന് 2 വൈ കൊടുക്കണം. അപ്പോൾ 3 നോട്ട് ബുക്കിന് എത്ര രൂപ കൊടുക്കണം? 3 വൈ കൊടുക്കണം. 2 നോട്ട് ബുക്കിനും 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി ഞാൻ എത്ര രൂപ കൊടുത്തു? 110 രൂപ. മക്കളെ, ഈ സമത്തിന്റെ 2 ഭാഗത്തും നമ്മൾ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? സമവാക്യം. നോക്ക്, മലയാളത്തിൽ ഇതിന് എന്ത് വായിക്കും? 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ എന്ന് വായിക്കും. ഇംഗ്ലീഷിൽ എന്ത് വായിക്കും? ദ പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 110 rupees.
നമ്മുടെ മാത്സിന്റെ ഭാഷയിലേക്ക് വരുമ്പോൾ ഇതേ വാക്യത്തിനാ ഇതേ സെന്റൻസിനാ ഞാൻ മാത്സിന്റെ ഭാഷയിൽ എഴുതി 2x + 3y = 110. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ. ഇതെന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. ഞാൻ എഴുതുന്ന ശ്രദ്ധിക്കുക, 1 എഴുതി ഒരു റൗണ്ട് ഇട്ടാൽ അതിനെ നമ്മൾ എന്ത് വായിക്കും? മാത്സിന്റെ ഭാഷയിൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വായിക്കും. ഓക്കെ, ഇനി നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? പെയർ ഓഫ് ഇക്വേഷൻ, പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ് അല്ലെ. നമുക്ക് രണ്ടാമത്തെ ഒരു ക്ലൂ കൂടി അവർ തന്നിട്ടുണ്ടാവും. ആ രണ്ടാമത്തെ ക്ലൂ വായിച്ചിട്ട് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, എങ്ങനെ വായിക്കാം? രണ്ടാമത്തെ ക്ലൂ 5 നോട്ട് ബുക്കിനും അല്ലെ 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനുമാണെങ്കിൽ 170 രൂപ. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനുമാണെങ്കിൽ 170 രൂപ. എനിക്കറിയാം 2 പേനയ്ക്ക് ഞാൻ എത്ര രൂപ കൊടുക്കണം? 2x രൂപ. 5 നോട്ട് ബുക്കിന് 5y രൂപ കൊടുക്കണം അല്ലെ. ഇത് കൂടി ചേർന്നാൽ എത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്? 170 രൂപ. 170 രൂപ. ഇതെന്റെ രണ്ടാമത്തെ സമവാക്യം. നമ്മളെ 2 സമവാക്യത്തിലെത്തിയോ? 2 സമവാക്യം കിട്ടിയാൽ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് എക്സിലേക്കും വൈയിലേക്കും മാറി മാറി നോക്കാം. എക്സോ അല്ലെങ്കിൽ വൈയോ ആരെങ്കിലും ഒരാള് ഒരേപോലെ ഉണ്ടോ നോക്കാം. ഒരേപോലെ ഉണ്ടോ എങ്ങനെ നോക്കാം? എക്സിന്റെ മുമ്പിൽ നമ്പർ നോക്കിയാൽ മതി. എക്സിന്റെ മുമ്പിൽ 2 ഉണ്ട്. രണ്ടാമത്തെ സമവാക്യത്തിൽ എക്സിന്റെ മുമ്പിൽ 2 ഉണ്ട്. അതിന്റെ അർത്ഥം 2 സമവാക്യത്തിലും എക്സ് തുല്യമാണ്. 2 സമവാക്യത്തിലും എക്സ് തുല്യമാണ്. 2 സമവാക്യത്തിലും എക്സ് ഓർ വൈ ആരെങ്കിലും ഒരാൾ തുല്യമാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമായി. ഒന്നും നോക്കണ്ട, ഇതിന്റെ താഴെ എന്ത് വരക്കാം? ഒരു വര വരക്കാം. താഴെ എന്ത് വരക്കാം? ഒരു വര വരക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ കൂട്ടാനും കുറക്കാനും ഇങ്ങനെ വര വരച്ച് കൂട്ടിയതും കുറച്ച് ഓർമ്മയില്ലേ? അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു ഇക്വേഷന് മറ്റൊരു ഇക്വേഷൻ കുറച്ച് എക്സിനെയോ വൈനെയോ ഒഴിവാക്കാൻ പോവാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ എക്സും വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താനുള്ള നമ്മുടെ ഒരു സഹായി മാത്രമാണ്. പകുതി വഴിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെയും വൈനെയും ഉപേക്ഷിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു ഇക്വേഷൻ മൈനസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എനിക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ 2x + 3y എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷനും 2x + 5y എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷനും. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ കുറക്കണോ? രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കുറക്കണോ? പക്ഷെ മാത്സ് പഠിക്കുന്ന ബുദ്ധിപൂർവം ലോജിക്കലി ചിന്തിക്കുന്ന നമ്മളെ എന്ത് ചെയ്യും? ഏതാണ് എളുപ്പം? രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കുറത്തന്നെയാണോ? ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറത്തന്നെയാണോ? സിമ്പിൾ ആയി ചിന്തിച്ചാൽ എവിടെയാണോ വലിയ നമ്പർ ഉള്ളത് ആ നമ്പറിന് കുറക്കുന്നല്ലേ എളുപ്പം. നമുക്ക് എന്താ ഒഴിവാക്കാം? മൈനസ് ഒഴിവാക്കാം അല്ലെ. നോക്ക് 170 ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഇക്വേഷന് ഞാൻ എന്ത് കുറക്കുന്നുണ്ട്? എന്റെ ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കളയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തെ ഇക്വേഷന് ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട്. ശ്രദ്ധിക്കും, രണ്ടാമത്തെ ഇക്വേഷൻ 2x ഞാൻ 2x മൈനസ് ആക്കി. എന്റെ ഈ കയ്യിൽ 2x ഉണ്ട്. ആ 2x ഞാൻ മൈനസ് ആക്കിയാൽ എന്റെ കയ്യിൽ എന്തുണ്ട്? 0x ഉണ്ട് എന്നർത്ഥം. 0x എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നർത്ഥം അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താ? 0x എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എക്സ് കട്ട് ചെയ്യാം. ഓക്കെ, എന്റെ കയ്യില് 5y ഉണ്ട്. എന്റെ ഒരു കയ്യില് 5y ഉണ്ട്. ഈ 5y നിന്ന് 3y ഞാൻ എടുത്തു മാറ്റിയാൽ എന്റെ കയ്യിൽ മിച്ചമുള്ളത് എന്തായിരിക്കും? എന്റെ കയ്യിൽ ബാക്കി 5y 2y പോയാൽ 5y 3y പോയാൽ ബാക്കി എന്റെ കയ്യിൽ എന്തുണ്ടാവും? 2y. 2y സമം 170 മൈനസ് 110 equal to എത്ര കിട്ടും? 1s. മക്കളെ, നമ്മുടെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കുറക്കുമ്പോൾ 170 മൈനസ് 110 equal to 60 എന്ന് കിട്ടും. ഇപ്പൊ എന്താമ കിട്ടിയാൽ ഞാൻ ഒന്നുകൂടി എടുത്തെഴുതുന്നുണ്ട്. 2y equal to 60 എന്ന ഉത്തരത്തിലേക്ക് ഞാൻ എത്തി. 2y equal to 60 അല്ലെ. എന്താ അതിന്റെ അർത്ഥം? 2y equal to 60 എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്നത് 60 divided by 2 30. 60 divided by 230. മക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് y ആരാണ്? എനിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ഒരു സഹായിയാണ്. എന്താണ് എന്റെ y എന്ന് എന്ത് ചെയ്യാ? തുടക്കത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ് y? പ്രൈസ് ഓഫ് എ പെൻ ആണ് ഞാൻ എന്തായി എടുത്തത്? y ആയി എടുത്തത് അല്ലെ. ഒരു പെന്നിന്റെ
സോറി, ഒരു ബുക്കിന്റെ പ്രൈസ് അല്ലെ, ബുക്കിന്റെ പ്രൈസ് ആണ് ഞാൻ എന്താ എടുത്തത്, വൈ എടുത്ത്. ഒരു ബുക്കിന് വൈ രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഉത്തരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് കണ്ടുപിടിച്ചു ഞാൻ, ഈ വൈ എന്തിന് തുല്യമാണ്, 30 തുല്യമാണ്. വൈ 30 തുല്യം എന്ന് പറഞ്ഞാല് 30 രൂപ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, ഒരു നോട്ട് ബുക്ക് കിട്ടും. ഇനി അടുത്ത എന്റെ ടാസ്ക് എന്ത് ചെയ്യണം, ഈ വൈയുടെ വില വൈ ഉപയോഗിച്ച് ഞാൻ എന്ത് കണ്ടുപിടിക്കും, എക്സിനെ കണ്ടുപിടിക്കും. വൈ ഉപയോഗിച്ച് എക്സിനെ കണ്ടുപിടിക്കും. അത് ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് ഇക്വേഷൻ, നമ്മൾ എഴുതിയ രണ്ട് ഇക്വേഷൻ, ആ ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, 2x പ്ലസ് 3y is equal to 110 എനിക്കറിയാം. ഞാൻ ഒന്നാമത് ഉണ്ടാക്കിയ സമവാക്യമാണ് 2x plus 3y is equal to 110 അല്ലെ. ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതാണ്, വൈയുടെ വില എനിക്ക് എന്ത് കിട്ടി, 30 ആണെന്ന് കിട്ടി അല്ലെ. വൈയുടെ വില എനിക്ക് 30 ആണെന്ന് കിട്ടി. വൈയുടെ വില 30 ആണെന്ന് കിട്ടി. വൈയുടെ വില 30 ആണെന്ന് കിട്ടി. ആ വൈയുടെ വില ഞാൻ എവിടെ കൊടുക്കുന്നുണ്ട്, ഈ ഇക്വേഷൻ 1 കൊടുക്കുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് y in equation 1. ഇക്വേഷൻ 1 ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്, y കൊടുക്കാൻ പോവാണ്. വൈയുടെ വില, y ഇല്ലടുത്ത് നമ്മൾ എന്ത് കൊടുക്കും, വൈയുടെ വില ഇപ്പൊ കിട്ടിയ വില 30 രൂപ. അപ്പൊ എന്ത് എഴുതാം, ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ എഴുതുന്നുണ്ട്. 2x പ്ലസ് 3y. എന്താ 3y എന്ന് പറഞ്ഞാൽ 3 into y ആണ് 3y അല്ലെ. വൈയുടെ വില നമുക്ക് ഓൾറെഡി കിട്ടി. വൈയുടെ വില എത്രയാണ്, വൈയുടെ വില 30 രൂപ. 2x plus 3 into 30 is equal to 110. 110 കിട്ടി അല്ലെ. 110. 2x plus 3 into 30 is equal to 110. അങ്ങനെയാണെങ്കിൽ 2x x plus 3 into 30, 3 in 30 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 90. 2x plus 90 is equal to 110 എന്ന സമവാക്യത്തിലേക്ക് ഞാൻ മാറും. ഇനിയോ 2x plus 90 അല്ലെ. നമ്മൾ സമവാക്യം പഠിക്കുമ്പോൾ നമ്മളൊരു മന്ത്രം പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു മന്ത്രം അല്ലെ, സമവാക്യത്തില് നമ്മൾ എന്താ പഠിച്ചത്, സമവാക്യം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടിയ കാര്യങ്ങളെ കുറക്കണം, കുറച്ച കാര്യങ്ങളെ കൂട്ടണം, ഗുണിച്ച കാര്യങ്ങളെ ഹരിക്കണം, ഹരിച്ച കാര്യങ്ങളെ ഗുണിക്കണം അല്ലെ. നമ്മൾ പ്ലസ് മൈനസ് ചെയ്യണം, മൈനസ് ഉള്ളത് പ്ലസ് ചെയ്യണം, ഇൻഡു ഉള്ളത് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ഉള്ളത് ഇൻഡു ചെയ്യണം. അതേ ഒരു ലോജിക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. എന്റെ 2x കൂടെ പ്ലസ് 90 ആണ്. കൂട്ടിയത് നമ്മൾ എന്ത് ചെയ്യണം, സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്ത് ചെയ്യണം, കുറക്കണം. 2x സമം 2x ഈക്വൽ ടു 110ന്റെ അടുത്ത് 90 പോകുമ്പോൾ ഇവിടെ പ്ലസ് ഉള്ള 90 എവിടെ പോകുമ്പോൾ എന്തായി, മൈനസ് ആയി. 2x is equal to 110 minus 90. 2x is equal to 110 minus 90 നമുക്ക് എന്ത് കിട്ടും, 20 അല്ലെ. 20 കിട്ടും അല്ലെ, 20. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില 20 divided by 2 is equal to 10ലേക്ക് ഞാൻ എത്തും. ഓക്കെ, എക്സിന്റെ വില 10. അപ്പൊ എന്താണ് ഞാൻ എക്സ് എടുത്തത്, എന്താണ് എന്റെ ചോദ്യത്തില് 10ന്റെ വിലയാണ് 10. നോട്ട് ബുക്കിന്റെ വില എത്ര കിട്ടി, 30 കിട്ടി അല്ലെ, ഒരു പെന്നിന്റെ വില. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നത് എക്സും വൈയും കണ്ടുപിടിക്കുന്നതല്ല, എക്സും വൈയും കിട്ടിയ ശേഷം എന്താണ് എക്സ് എന്താണ് വൈ എന്ന് എന്ത് ചെയ്യാം, ഒന്ന് എടുത്തെഴുതാം. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, പേനയുടെ വില, ഒരു പേനയുടെ വില 10 രൂപ, ഒരു നോട്ട് ബുക്കിന്റെ വില 30 രൂപ. ഓക്കെ, ഏറ്റവും ബേസിക് ആയ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ മക്കളെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. വൃത്തിയായിട്ട് ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്ക് ബുക്കിൽ ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതിൽ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ വർക്ക് ബുക്കിൽ വീട്ടിൽ ചെയ്തു നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കി കിട്ടാത്തവർ ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്തു നോക്കാം. ഒന്നുകൂടി മനസ്സിലാക്കിയ ശേഷം ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഇതൊരു ഹോംവർക്കാണ്. ഓക്കെ, വർക്ക് ബുക്കിൽ ചെയ്ത് പഠിക്കാം. വർക്ക് ബുക്കിൽ ചെയ്യേണ്ട
ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മാറ്റമില്ല. നമ്മൾ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കാം. ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് രണ്ട് ക്ലൂ ഉണ്ടോ എന്ന് നോക്കാം. രണ്ട് ക്ലൂ നിന്ന് നമ്മൾ എന്താക്കണം, രണ്ടാളെ സഹായം അല്ലെ, എന്താ രണ്ടാള് എക്സിന്റെയും വൈയുടെയും സഹായത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാം, രണ്ട് സമവാക്യങ്ങൾ ഫോം ചെയ്യാം. ആ രണ്ട് സമവാക്യത്തിൽ നിന്ന് ഒരു സമവാക്യത്തിൽ നിന്ന് മറ്റേ സമവാക്യം കുറക്കണം. അപ്പൊ എക്സ് അല്ലെങ്കിൽ വൈ ഒഴിവാവും. അത് വെച്ച് എക്സോ വൈയോ കിട്ടും നമുക്ക്. ആ കിട്ടിയ എക്സോ കിട്ടിയ വൈയോ ഉപയോഗിച്ച് ഞാൻ എന്ത് കണ്ടുപിടിക്കും, എന്റെ അടുത്ത ആളെ കൂടി കണ്ടുപിടിക്കും. ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടില്ല അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ കാണുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആയി തോന്നുന്നു, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ എക്സാക്ട്ലി സിമിലർ ക്വസ്റ്റ്യൻ പോലെയൊക്കെ തോന്നുമെങ്കിലും ചെറിയൊരു ട്വിസ്റ്റ് ഈ ക്വസ്റ്റ്യനിലുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 മാർക്കിനായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞ് കിടപ്പുണ്ട്. മക്കളെ ആദ്യത്തെ സ്റ്റെപ്പ് ഒക്കെ സെയിം ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഭയങ്കര മനസ്സിരുത്തി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ, ദ പ്രൈസ് ഓഫ് 2 notebooks and 3 pens is 95 rupees. 2 നോട്ട് ബുക്കിനും 3 പേനക്കും കൂടി എത്ര രൂപ കൊടുക്കണം, 95 രൂപ അല്ലെ. യെസ്, ദ പ്രൈസ് ഓഫ് 5 notebooks and 2 pens is 210 rupees. അത് രണ്ടാമത്തെ ക്ലൂ അല്ലെ. 5 നോട്ട് ബുക്കിനും 2 പെന്നിനും കൂടി എത്ര കൊടുക്കണം, 210 രൂപ കൊടുക്കണം. ഫ്രം ഫോം ഇക്വേഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഇക്വേഷൻ ഫോം ചെയ്ത് കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ട കാൽക്കുലേറ്റ്? ക്വസ്റ്റ്യൻ നോട്ട് ബുക്കിന്റെയും പേനയുടെയും വില നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാം. 2 ഇക്വേഷൻ കൊണ്ട് രണ്ടാളെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയി ചെയ്യും. ഓക്കെ, യെസ്, നമ്മൾ നോക്കാം. രണ്ടാളാണ് എനിക്ക് അറിയാത്തത് അല്ലെ. എന്താ എനിക്ക് അറിയാത്തത്? നോട്ട് ബുക്കിന്റെ വില എനിക്കറിയില്ല, ഒരു നോട്ട് ബുക്കിന്റെ വില എനിക്കറിയില്ല, ഒരു പേനയുടെ വില എനിക്കറിയില്ല. അറിയാത്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ് അല്ലെങ്കിൽ വൈ. ഇവിടെ ആര് എക്സ് എടുക്കണം ആര് വൈ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അല്ലെ. നോട്ട് ബുക്കാണോ വൈ അല്ലെങ്കിൽ പേനയാണോ വൈ ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. ഞാൻ എടുക്കുന്നത് പ്രൈസ് ഓഫ് എ പെൻ. ഓഫ് എ പെൻ. സെന്റൻസ് കൃത്യമായി ശ്രദ്ധിക്കണം. പ്രൈസ് ഓഫ് എ പെൻ. എന്താ എ പെൻ എന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ വില. പേനയുടെ മലയാളം വരും കുട്ടികൾ എഴുതാം, ഒരു പേനയുടെ വില. ഒരു പേനയുടെ വില സമം പ്രൈസ് ഓഫ് എ പെൻ. ഒരു പേനയുടെ വില നമ്മൾ എന്തായി എടുക്കണം മക്കളെ? ഒരു പേനയുടെ വില നമ്മൾ എന്തെടുക്കണം, എക്സ് ആയിട്ട് എടുക്കണം അല്ലെ. ഒരു പേനയുടെ വില ഞാൻ എന്തായിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. എനിക്കറിയില്ല, എനിക്ക് ഒറ്റക്കാര്യം അറിയും. ഒരു പേന എനിക്ക് കിട്ടണമെങ്കിൽ ഷോപ്പിലത്തെ ഓണർ ഒരു പേന എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, എക്സ് രൂപ കൊടുക്കണം. ഓക്കെ, യെസ്. അപ്പൊ നോട്ട് ബുക്കിന്റെ വില ഇതേപോലെ എഴുതാ. ഒരു നോട്ട് ബുക്കിന്റെ വില, ഒരു നോട്ട് ബുക്കിന് ഞാൻ എന്ത് കൊടുക്കണം, വൈ രൂപ കൊടുക്കണം. ഒരു പേനയില് എക്സ് രൂപ കൊടുത്താൽ ഒരു നോട്ട് ബുക്കിന് ഞാൻ എന്ത് കൊടുക്കണം, വൈ രൂപ കൊടുക്കണം. അത്ര കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു നോട്ട് ബുക്കിന് വൈ രൂപ, ഒരു പേനയ്ക്ക് എക്സ് രൂപ. എത്ര നോട്ട് ബുക്ക് വാങ്ങി? 2 നോട്ട് ബുക്ക് ഞാൻ വാങ്ങി അല്ലെ. 2 നോട്ട് ബുക്ക് വാങ്ങി, 3 പേനയും വാങ്ങി. ഓക്കെ മക്കളെ, ഇവിടെ നോട്ട് ബുക്ക് ആദ്യം പറയുന്നത് നമുക്ക് നോട്ട് ബുക്കിന്റെ വില എക്സ് ആയിട്ട് കൊടുക്കാം. അത് നിങ്ങളെ കൺഫ്യൂഷൻ വേണ്ട. നമ്മള് നോട്ട് ബുക്കിന്റെ വില ഞാൻ എക്സ് ആയിട്ടും പേനയുടെ വില വൈ ആയിട്ടും കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആ ഓർഡറിൽ തന്നെ കൊടുക്കാം. നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ട. നോട്ട് ബുക്കിന് എക്സ് രൂപ കൊടുക്കണം, പേനയ്ക്ക് എന്ത് കൊടുക്കണം, വൈ രൂപ കൊടുക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചു വെക്കാം. 2 നോട്ട് ബുക്കിനും 3 പേനയ്ക്കും കൂടി 95 രൂപ. 2 നോട്ട് ബുക്കിന്, ഒരു നോട്ട് ബുക്കിന് എക്സ് രൂപ കൊടുക്കണമെങ്കിൽ 2 നോട്ട് ബുക്കിന് ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും, 2x രൂപ. 2x കൊടുത്താൽ 2 നോട്ട് ബുക്ക്. അതേപോലെ 3 പേനയ്ക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു പേനയ്ക്ക് വൈ രൂപയാണെങ്കിൽ 3 പേനയ്ക്ക് ഞാൻ എത്ര രൂപ കൊടുക്കണം, 3 വൈ. 2 പേനയ്ക്കും 2 നോട്ട് ബുക്കിനും 3 പേനയ്ക്കും കൂടി എത്ര രൂപ കൊടുക്കണം? ടോട്ടല് 95 രൂപ, 95 റുപ്പീസ്. എന്താണ് ഇപ്പൊ ഞാൻ ഫോം ചെയ്ത സമത്തിന്റെ 2 ഭാഗത്തും എഴുതി ഞാനൊരു സമവാക്യം രൂപീകരിച്ചു. സമവാക്യം
നമ്മുടെ പാഠത്തിന്റെ പേര് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ്. ഒരു സമവാക്യത്തിൽ ഉത്തരമില്ല. നമുക്ക് രണ്ടാമത്തെ സമവാക്യം എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ സമവാക്യം നമ്മൾ രണ്ടാമത്തെ ക്ലൂ വായിച്ചു നോക്കണം. രണ്ടാമത്തെ ക്ലൂ, 5 നോട്ട് ബുക്കിനും 2 പേനക്കും കൂടി 210 രൂപ. 5 നോട്ട് ബുക്കിന്, ഒരു നോട്ട് ബുക്കിന് x രൂപ, 5 നോട്ട് ബുക്കിന് 5x രൂപ. 5x പ്ലസ് 2 പേനയ്ക്ക് 2y രൂപ സമം 210. 210 മക്കളെ കൃത്യമായി സമവാക്യം എഴുതുക. 210 രൂപ. 210 രൂപ. ഇപ്പോൾ എനിക്ക് കിട്ടിയത് എന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ട് സമവാക്യങ്ങൾ നമ്മൾ രൂപീകരിച്ചാൽ 2x പ്ലസ് സമവാക്യങ്ങൾ ഞാൻ ഒന്ന് എടുത്തെഴുതുന്നുണ്ട്. 2x പ്ലസ് 3y സമം എത്ര രൂപ? 2x പ്ലസ് 3y സമം 95. നിങ്ങൾ എന്റെ കൂടെ ചെയ്യണം. ക്വസ്റ്റ്യൻ വായിച്ച് എന്റെ കൂടെ ചെയ്യണം. 2x പ്ലസ് 3y is equal to 95. 5x പ്ലസ് 2y 5x പ്ലസ് 2y is equal to എത്ര രൂപ? 210 രൂപ. മക്കളെ ഇനിയാണ് ഈ ഒന്നാമത്തെ സമവാക്യം, രണ്ടാമത്തെ സമവാക്യം. ഇവിടെയാണ് നമ്മൾ ഇനി കുറച്ച് ആലോചിക്കേണ്ടത്. എന്താണ് ഇവിടെ പ്രശ്നം? നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സും വൈയിലേക്ക് നമ്മൾ മാറി മാറി നോക്കാം. എക്സ് അല്ലെങ്കിൽ വൈ ഒരേപോലെ ഉണ്ടോ നോക്കാം. എന്തിനാണ് എക്സ് വൈ ഒരേപോലെ ഉണ്ടാവുന്നത്? നമ്മുടെ ഉദ്ദേശം ഈ എക്സിനെയും വൈനെയും അവസാനം വരെ കൊണ്ടുപോകുക എന്നല്ല, പകുതി വഴിയിൽ വെച്ച് എക്സിനെ അല്ലെങ്കിൽ വൈനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. എക്സിനെ വൈനെ ഉപേക്ഷിക്കണം. എക്സിനെ ഉപേക്ഷിക്കണമെങ്കിൽ എക്സ് ഒരേപോലെ ഉണ്ടാവണം അല്ലെ? ഒരേപോലുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെ 10 ചോക്ലേറ്റ് എന്റെ കയ്യിലുണ്ട്, ആ 10 ചോക്ലേറ്റ് ഞാൻ വേറൊരാൾക്ക് കൊടുത്താല് അപ്പോഴാണ് എന്റെ കയ്യിൽ എന്തുണ്ടാവുന്നത്? 0 ചോക്ലേറ്റ് അല്ലെ? അതേ രീതിയിൽ എന്റെ കയ്യിലുള്ള എക്സ്, അത്രയും എക്സ് തന്നെ ഞാൻ ഒഴിവാക്കിയാൽ മാത്രമേ എന്റെ എക്സ് എന്തായി മാറൂ? 0 ആയി മാറൂ. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? ഒന്നാമത്തെ ഇക്വേഷനിൽ 2x രണ്ടാമത്തെ ഇക്വേഷനിൽ 5x അല്ലെ? അതുപോലെ ഒന്നാമത്തെ 3y രണ്ടാമത്തെ ഇക്വേഷനിൽ 2y നമുക്ക് ഏതെങ്കിലും ഒരാള് ഒരുപോലെ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മുമ്പോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഒരുപോലെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണം. ഇവിടെ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഇക്വേഷനിലെ 2x ഏതെങ്കിലും രീതിയിൽ 5 ആക്കി മാറ്റാൻ പറ്റുമെന്ന് ആലോചിക്കാം. 6 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6 ആക്കി മാറ്റായിരുന്നു. ഇവിടെ 5നെ ഏതെങ്കിലും രീതിയിൽ 2 ആക്കി മാറ്റാൻ പറ്റുമെന്ന് ആലോചിക്കാം. അതും പോസിബിൾ അല്ല അല്ലെ? 5ഉം 2ഉം 2നെ 5 ആക്കാനും 5നെ 2 ആക്കാനും പറ്റാതെ നിൽക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ഒരു എളുപ്പ വഴിയാണ് 5നും 2നും കോമൺ ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു നമ്പറിലേക്ക് ഈ എക്സിനെ മാറ്റണം. അതെങ്ങനെ ആലോചിക്കാം? 5, 2 കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ. 5നും 2നും കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പോകേണ്ട എന്താണ്? LCM. മലയാളം മീഡിയത്തിൽ ചെറു പൊതു ഗുണിതം അല്ലെ? 2 സംഖ്യയുടെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ ആലോചിക്കാം. 2ന്റെയും 5ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 5 അല്ല 10 അല്ല? 5 എന്ന് പറയുന്നത് 5ന്റെ ടേബിളിലുണ്ട്, പക്ഷെ ആരുടെ ടേബിളിലില്ല? 2ന്റെ ടേബിളിലില്ല. 10 എന്ന് പറയുന്ന സംഖ്യ 5ന്റെ ടേബിളിലും 2ന്റെ ടേബിളിലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ എക്സിനെ 2 സമവാക്യത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? 10x ആക്കി മാറ്റാൻ പോവാണ്. 10x ആക്കി മാറ്റാൻ പോകുന്നു. ശ്രദ്ധിക്കുക, 10x ആക്കി മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ സമവാക്യത്തിനെ മൊത്തമായി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ സമവാക്യത്തിനൊരു പ്രശ്നമുണ്ട്. ഈ സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കെട്ടാണ് അല്ലെ? എക്സ് വൈ സമം പിന്നെ ഒരു നമ്പർ. ഇവരെല്ലാവരും എന്താണ്? ഒറ്റക്കെട്ടാണ്, ഒരു ടീമാണ്. സമവാക്യത്തിൽ ഒരാളെ മാത്രമായി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളെ ഞാൻ ചെയ്യുമ്പോൾ ആ സമവാക്യത്തിലെ ബാക്കി ആൾക്കാരെ ഒക്കെ ഞാൻ പരിഗണിക്കണം. അപ്പൊ ഇവിടെ എക്സിനെ ഞാൻ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഞാൻ വൈനെയും 95നെയും ഇതേ നമ്പർ കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ 5 കൊണ്ട് ഗുണിക്കുന്നു. 2x-നെ 5 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 2x-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10x 2x multiplied with 5
എന്ത് കിട്ടി? 10x. ഈ 3y-നെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 3y-നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3y-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 15y. ഒന്നാമത്തെ സമവാക്യത്തിന് മൊത്തമായിട്ട് ഞാൻ എന്തുകൊണ്ട് ഗുണിക്കാൻ പോവാണ്? 5 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടി? 2x-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 2x ഗുണിക്കണം 5 10x പ്ലസ് 3y-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 3y into 5 is equal to 15y. ഒരാളെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സമവാക്യത്തിലെ എല്ലാവരെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് 95-നെയും കൂടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ആ സമവാക്യം പൂർണ്ണമാവുകയുള്ളൂ. 95-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 95 into 5 കിട്ടും. 90 into 5 450. 5 into 5 25. 475. ഓക്കെ, കൃത്യമായി ബുക്കിൽ ചെയ്ത് നോക്കി ഉത്തരം കണ്ടുപിടിക്കുക. മനക്കണക്കായി ചെയ്യാൻ പറ്റുന്നവർ മനക്കണക്കായി ചെയ്യുക. അല്ലാത്തവര് സ്പേസ് എടുത്ത് റൈറ്റ് സൈഡിൽ, നമ്മുടെ പരീക്ഷക്കാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു കോളം വരച്ച് കൃത്യമായി 95 into 5 475 നിങ്ങളുടെ ആൻസർ പേപ്പറിൽ തന്നെ എഴുതി വെക്കുക. ചില കുട്ടികള് വേറെ പേപ്പറിലൊക്കെ എഴുതി കളയലുണ്ട്. ഓക്കെ, നമ്മുടെ എക്സാമിന് എഴുതുമ്പോൾ കൃത്യമായിട്ട് എക്സാം പേപ്പറിന്റെ ആൻസർ ഷീറ്റിൽ തന്നെ എഴുതി വെക്കാം. കിട്ടി 10x plus 15y is equal to 475 എന്ന പുതിയൊരു സമവാക്യത്തിലേക്ക് എത്തി. ഈ ഒന്നാമത്തെ സമവാക്യത്തെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയൊരു സമവാക്യത്തിലെത്തി മക്കളെ. അതിന് ഞാൻ മൂന്നാമത്തെ സമവാക്യം എന്ന് വിളിക്കാം. ഓക്കെ, ഒന്നാമത്തെ സമവാക്യത്തെ മൊത്തത്തിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാനൊരു പുതിയ സമവാക്യത്തിലെത്തി. അതാണ് എന്റെ മൂന്നാമത്തെ സമവാക്യം. ഓക്കെ, ഇതേ രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ രണ്ടാമത്തെ സമവാക്യത്തെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5x-നെ 10x ആക്കി മാറ്റണമെങ്കിൽ മൊത്തം ഇക്വേഷനെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x-നെ മാത്രം ചെയ്യരുത്, y-നെയും നമ്പറിനെയും പരിഗണിക്കണം. 5x-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് മൊത്തം സമവാക്യത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10x പ്ലസ് 2y-നെ 4y സമം 210-നെയും കൂടി ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം 420. മക്കൾ എഴുതി വെച്ചോ എന്റെ നാലാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ അതിനെ തന്നെ ഞാൻ എന്താക്കി ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി എഴുതി. എന്റെ ഉത്തരം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തി? ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി എഴുതി. ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ 5 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനാ 2 കൊണ്ടും കൊടുത്തു. ഓക്കെ, ഇനി എക്സിലേക്കും വൈയിലേക്കും നിങ്ങൾ മാറി നോക്കാം. എക്സ് അല്ലെങ്കിൽ വൈ ഒരേപോലെ ഉണ്ടോ നോക്കാം. എക്സിന്റെ മുമ്പിൽ 10 ഉണ്ട്, ഇവിടെയും എക്സിന്റെ മുമ്പിൽ 10 ഉണ്ട്. ഏതെങ്കിലും ഒരാൾ എക്സ് അല്ലെങ്കിൽ വൈ ഒരേപോലെ ആകുമ്പോൾ ഒന്നും ആലോചിക്കണ്ട, താഴെ എന്താ വര വരക്കാം. മക്കളെ, വര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും എക്സ് അല്ലെങ്കിൽ വൈ ഒരേപോലെ അല്ലാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? താഴെ വര വരക്കാൻ പാടില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സോ വൈയോ കുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 10x 2 ഭാഗത്തും 10x. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഇക്വേഷൻ കുറക്കാം? മൂന്നാമത്തെ ഇക്വേഷനിലാണ് എന്ത് ഏറ്റവും വലിയ നമ്പർ ഉള്ളത്. വൈനെ നോക്കുമ്പോഴും മൂന്നാമത്തെ സമവാക്യത്തിലാണ് വലിയ നമ്പർ ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് നാലാമത്തെ സമവാക്യം കുറക്കാം. ഒരു 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികള് ഒരു നമ്പർ എന്ന് മറ്റൊരു നമ്പർ കുറക്കുന്നത് പോലെ അത്രയും സിമ്പിളായി, അത്രയും അതേ ലാഭത്തോടു കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷന് നാലാമത്തെ ഇക്വേഷൻ കുറക്കാം. 10x-ന്ന് 10x കുറച്ചു. 10 ചോക്ലേറ്റ് പോയാൽ എന്റെ കയ്യിൽ 0 ചോക്ലേറ്റ്. 10x പോയാൽ എന്റെ കയ്യിൽ x ഇല്ല. 0x ആണെങ്കിൽ ഒന്നും എഴുതിയാലും കുഴപ്പമില്ല. 0x എഴുതിയാലും കുഴപ്പമില്ല, ബ്ലാങ്ക് ആയി വിട്ടാലും കുഴപ്പമില്ല. അടുത്തത് 15y മൈനസ് 4y. 15y-ൽ നിന്ന് 4y കുറച്ചാൽ ബാക്കി എനിക്ക് കിട്ടുന്നത് 11y അല്ലെ. 15 ചോക്ലേറ്റിൽ നിന്ന് 4 ചോക്ലേറ്റ് പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? 11 ചോക്ലേറ്റ്. അതേ രീതിയിൽ 15y-ൽ നിന്ന് 4y പോയാല് എന്റെ കയ്യിൽ 11y. ഇതേ രീതിയിൽ 475-ൽ നിന്ന്
420 കുറച്ചാൽ 475 മൈനസ് 420 എന്ത് കിട്ടും? നിങ്ങൾക്ക് എത്ര കിട്ടും? 55. ഒന്ന് ചെയ്ത് നോക്കാം. മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ എഴുതി ചെയ്ത് നോക്കാം. എന്ത് കിട്ടി എനിക്ക്? 11y സമം 55 ആണെങ്കിൽ y സമം 11y 55 ആണെങ്കിൽ y സമം y into 11 ആണ്. 11y ഗുണിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയി മാറും. y is equal to 55 divided by 11 സമം 5 എന്ന ഉത്തരത്തിലേക്ക് എത്തി. y സമം 5 എന്ന ഉത്തരത്തിലേക്ക് എത്തി. എന്താണ് എന്റെ y? എന്താണ് എന്റെ y? y ഒരു പേനയുടെ വില അല്ലെ? ഒരു പേനയുടെ വില ഞാൻ എത്ര കിട്ടി? എനിക്ക് 5 കിട്ടി. y 5 കിട്ടിയാൽ അടുത്ത നിങ്ങളുടെ ടാസ്ക് അവസാനത്തെ സ്റ്റെപ്പ് ഇതും കൂടി കഴിഞ്ഞാൽ 4 മാർക്കാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. ഇതേ ക്വസ്റ്റ്യന് 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അടുത്ത പണി? y കിട്ടിക്കഴിഞ്ഞാൽ y ഉപയോഗിച്ച് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? x കണ്ടുപിടിക്കും. 4 ഇക്വേഷനിൽ 4 സമവാക്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമവാക്യത്തിൽ എന്ത് കൊടുക്കാം? y യുടെ വില കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം 3, 4 എന്ന സമവാക്യത്തിൽ കൊടുക്കാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടായിരിക്കും? 3, 4 സമവാക്യം നമ്മള് പുതിയതായിട്ട് ഉണ്ടാക്കിയ സമവാക്യമാണ്. 1, 2 സമവാക്യത്തിനേക്കാളും കുറച്ചും കൂടി വലിയ നമ്പർ ആയിരിക്കും 3, 4 നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് 1 അല്ലെങ്കിൽ 2 കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? y യുടെ വില കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, 2x പ്ലസ് സമവാക്യം നോക്കണം. നേരത്തെ എഴുതിയ സമവാക്യം നോക്കണം. നമ്മൾ നേരത്തെ എഴുതി ഒന്നുകൂടി എഴുതുകയാണ്. 2x പ്ലസ് 3y ആണ് 95. 3y yക്ക് പകരം എനിക്ക് എത്ര കിട്ടി? 5 കിട്ടി. വൈയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു? 5 കൊടുക്കുന്നു. 2x പ്ലസ് 3y. 3y എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം y. 3 ഗുണിക്കണം y എന്ന് പറഞ്ഞാൽ y യുടെ വില 5. 3 ഗുണിക്കണം 5 എത്ര കിട്ടി? 95. 2x പ്ലസ് 3 5 ഗുണിച്ചാൽ 15 സമം 95. ഇനി നമ്മുടെ 2x കൂടെ 15 കൂട്ടിയാണ് 95. കൂട്ടിയത് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. 2x സമം 95 മൈനസ് 15 എത്ര കിട്ടും? 80. 95 95 മൈനസ് 15 80 എന്ന ഉത്തരത്തിലേക്ക് എത്തും. 2x 80 ആണെങ്കിൽ എക്സിന്റെ വില പുഷ്പം പോലെ നമ്മൾ കണ്ടുപിടിക്കും. 80ന്റെ പകുതി 40. മക്കളെ, നമ്മുടെ സഹായികളായ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തരുത്. ഒന്നുകൂടി ക്വസ്റ്റ്യനിലേക്ക് പോയി എന്താണ് ഞാൻ എക്സ് എടുത്തത്? നോട്ട് ബുക്കാണ് എക്സ് എടുത്തത്. നോട്ട് ബുക്കിന്റെ വില 40 രൂപയും. എന്താണ് ഞാൻ വൈ എടുത്തത്? പേനയുടെ വിലയാണ് വൈ എടുത്തത്. പേനയുടെ വില 5 രൂപയും. പേനയുടെ വില 5, നോട്ട് ബുക്കിന്റെ വില 40 എടുത്തെഴുതി 2 വര വരച്ചാൽ 4 മാർക്ക് സുഖമായി കിട്ടും. ഓക്കെ, യെസ്. രണ്ട് ക്വസ്റ്റ്യനും ഇപ്പൊ ചെയ്ത് 2 ക്വസ്റ്റ്യനും നിങ്ങളുടെ വർക്ക് ബുക്കിൽ ചെയ്ത് നോക്കാം. നമ്മുടെ പരീക്ഷയ്ക്ക് കുറെ കൊല്ലമായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയത് 2 വർഷം മുമ്പാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുമ്പും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഷുവറായിട്ടും നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ വേറെ നമ്പറിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആകെ ചേഞ്ച് ആവുന്നത് നമ്പർ മാത്രമായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് യെസ് മകളെ, നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് കിട്ടും. ആ ക്വസ്റ്റ്യൻ ഒക്കെ എടുക്കുക, നിങ്ങളുടെ വർക്ക് ബുക്കിൽ വൃത്തിയായി എങ്ങനെയാണോ നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്യാം. ഓക്കെ, 2 സംഖ്യകളുടെ തുക 28ഉം വ്യത്യാസം 12ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? The sum of two numbers is 28 and the difference is 12. What are the numbers? സ്ഥിരം പരീക്ഷയ്ക്ക് കാണുന്ന ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. സംഖ്യകളെ പറ്റി നേരിട്ട് പറഞ്ഞിട്ട്, സംഖ്യകളെ ഗുണിക്കാൻ പറഞ്ഞിട്ടില്ല, സംഖ്യകളെ ഹരിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലെ സംഖ്യകളുടെ 2 മടങ്ങുന്നോ സംഖ്യകളുടെ 4 മടങ്ങുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് 2 സംഖ്യകള് 2 ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. 2 സംഖ്യകൾ തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യ ഫസ്റ്റ് നമ്പർ നമ്മൾ എന്തെടുത്തു? y x എടുത്തു. നമ്മൾ സെക്കൻഡ് നമ്പർ എന്തെടുത്ത? സെക്കൻഡ് നമ്പർ is equal to y. മക്കളെ, മാത്സിലെ കുറെ ടേംസ് നിങ്ങൾ കാണാതെ പഠിക്കണം. തുക എന്ന് പറഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ 2 നമ്പർ കൂട്ടണം.
രണ്ട് നമ്പറിന്റെ തുക 28 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിന്റെ സം 28 എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. എക്സും വൈയും കൂട്ടിയാൽ 28 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സും വൈയും കൂട്ടിയാൽ 28. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 28 എന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് എന്റെ രണ്ടാമത്തെ ക്ലൂ? വ്യത്യാസം, ഡിഫറൻസ്. മക്കളെ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറഞ്ഞ പ്രത്യേകം നിങ്ങളുടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് മറ്റേ നമ്പർ കുറച്ചാൽ കിട്ടുന്നതാണ്. എക്സിൽ നിന്ന് വൈ കുറച്ചാൽ എനിക്ക് കിട്ടുന്ന നമ്പർ 12 എന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ശ്രദ്ധിച്ചു നോക്കാം. എക്സിലേക്കും വൈയിലേക്കും മാറി മാറി നോക്കാം. എക്സും വൈയും ആരെങ്കിലും ഒരാൾ ഒരേപോലെ ഉണ്ടോ നോക്കാം. പെട്ടെന്ന് കാണുമ്പോൾ അല്ലെ രണ്ടാളും ഒരേപോലെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ മക്കളെ ചിഹ്നം ശ്രദ്ധിക്കുക. എക്സിന്റെ മുമ്പിൽ ചിഹ്നമില്ല, ഒരു ചിഹ്നമില്ലെങ്കിൽ അത് പോസിറ്റീവ് ആണെന്ന് അർത്ഥം അല്ലെ. അപ്പൊ എക്സ് പോസിറ്റീവും വൈ എന്താണ്? വൈ നെഗറ്റീവുമാണ്. അപ്പൊ ഇവിടെ ഒരേപോലെ ഉള്ളത് ആരാണ്? എക്സ് ആണ്. രണ്ടിലും പോസിറ്റീവ് ആയിട്ടുള്ളത് ആരാണ്? എക്സ് ആണ് അല്ലെ. നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. എക്സ് പ്ലസ് വൈ അല്ല, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 28ഉം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 12ഉം ഞാൻ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു. മക്കളെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് ഞാൻ എന്ത് കുറക്കാൻ പോവാണ്? എന്റെ രണ്ടാമത്തെ സമവാക്യം കുറക്കാൻ പോവാണ്. ഒന്നാമത്തെ സമവാക്യത്തിന് രണ്ടാമത്തെ സമവാക്യം കുറക്കണം. എക്സിൽ നിന്ന് എക്സ് പോയാൽ 0x, എക്സിൽ നിന്ന് എക്സ് പോയാൽ 0x. മക്കളെ ഇവിടെ പ്ലസ് വൈയും മൈനസ് വൈയുമാണ്. മുമ്പിലുള്ള ചിഹ്നങ്ങൾ രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ, പ്ലസ് വൈയും മൈനസ് വൈയും രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ വൈനൊന്ന് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 2y എന്ന് കിട്ടും. 2y. ഓക്കെ, ഇതെങ്ങനെയാണ് 2y കിട്ടുന്നത്? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നെഗറ്റീവ് നമ്പർ എന്ന പാഠത്തിൽ പഠിക്കും. വൈയുടെ കൂടെ അല്ലെ ഒന്നാമത്തെ സമവാക്യത്തിന്റെ രണ്ടാമത്തെ സമവാക്യം കുറക്കണം അല്ലെ. ആദ്യത്തെ വൈയിൽ നിന്ന് രണ്ടാമത്തെ വൈ കുറക്കണം. വൈ മൈനസ് മൈനസ് വൈ, വൈ മൈനസ് മൈനസ് വൈ, രണ്ട് മൈനസ് ചിഹ്നങ്ങൾ ഒന്നിച്ചു വന്നാൽ അത് പ്ലസ് ആവും. അങ്ങനെയാണ് അതിന്റെ വൈ പ്ലസ് വൈ 2y ആയി മാറുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്തത്? വൈയിൽ നിന്ന് പ്ലസ് വൈയിൽ നിന്ന് മൈനസ് വൈ ആണ് കുറച്ചത് അല്ലെ. ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വൈയുടെ മുമ്പിലുള്ള വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, ആ വൈ ഒന്ന് കൂട്ടി എഴുതാം. എന്ത് കിട്ടി? 2y കിട്ടി അല്ലെ. സമം 28ഉം 12ഉം രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളല്ല, ഒരേ ചിഹ്നമാണ്. 28ഉം 12ഉം എന്ത് ചെയ്യാം? നമ്മുടെ ഒന്നാമത്തെ സമവാക്യത്തിന്റെ രണ്ടാമത്തെ സമവാക്യം കുറക്കുന്ന എന്നല്ലല്ലോ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഒന്നാമത്തെ സമവാക്യത്തിന്റെ രണ്ടാമത്തെ സമവാക്യം ഞാൻ കുറച്ചതാണ് ചെയ്തത്. എക്സ് എക്സ് പോയി വൈ പ്ലസ് വൈയും മൈനസ് വൈ ആയതാണ് എന്ത് കിട്ടി? എനിക്ക് 2y. 28 minus 12 is equal to എന്ത് കിട്ടും? 60. ഓക്കെ, ഒന്നാമത്തെ സമവാക്യത്തിന് രണ്ടാമത്തെ സമവാക്യം കുറക്കുന്നതാണ് ഞാൻ. കുറക്കുമ്പോ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം? ആ വൈയും കൂട്ടി 2y എന്ന് എഴുതാം അല്ലെ. ഇവിടെ ഒന്നാമത്തെ സമവാക്യത്തിന് രണ്ടാമത്തെ സമവാക്യം കുറക്കുന്നതുകൊണ്ടാണ് 28ന്ന് 12 കുറച്ച് എനിക്ക് എത്ര കിട്ടി? 16. ഓക്കെ, 28ന്ന് 16. അങ്ങനെയാണെങ്കിൽ y സമം 16നെ 2 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 8. വൈയുടെ വില 8. എന്താണ് ഞാൻ വൈ എടുത്തത്? വൈ എടുത്തത് എന്താണ്? എന്റെ രണ്ടാമത്തെ നമ്പർ എനിക്ക് എന്ത് കിട്ടി? 8 കിട്ടി. രണ്ടാമത്തെ നമ്പർ 8 ആണെങ്കിൽ എനിക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 28 ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി വൈയുടെ വില ആ സമവാക്യത്തിൽ കൊടുക്കുന്നു. എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 28. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില 28 മൈനസ് 8 സമം 20. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 3 മാർക്കിന് ഈ പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നെ ഇതൊരു സ്റ്റാർട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെച്ചോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പല സോഴ്സിൽ നിങ്ങൾക്ക് എടുക്കാം. സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? വർക്ക് ബുക്കിൽ ചെയ്തു നോക്കാം. മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ആക്കിയത്. ഇതിന്റെ പെയർ ഓഫ് ഇക്വേഷൻ എന്നുള്ള ഒരു പാഠത്തിന്റെ ഒരു ബേസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കുന്ന 5 മാർക്കിന്റെയും കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാം. അതുവരെ കൃത്യമായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.